നായ എങ്ങനെ എവിടുന്നാ കിട്ടിയത്? ഓക്കെ. ആ ഓക്കെ. അതിന്റെ നമ്മള് അതിന്റെ മര്യാദയും അതിന്റെ ഭംഗിയും കണ്ട് ഞങ്ങളെല്ലാവരും അതിന് കിട്ടുന്ന ആഹാരം കൊടുത്ത് വളർത്തി 11 വയസ്സ് നമ്മൾ വളർത്തി. അതിന്റെ ഭംഗിയാണ് എല്ലാരും ഇഷ്ടപ്പെടാനുള്ള കാരണം. പല ചോദിക്കാറുണ്ട്. ഏത് ഇനമായിരുന്നു? ഓ, നാടനായിരുന്നു. ഓക്കെ. ഞാൻ ഒരുപാട് ദൂരെ നിന്നാണ് ഇപ്പോൾ ഓടി വരുന്നത്. അതിപ്പോൾ എന്നെ ഇങ്ങനെ അറിയിച്ചു ഇവിടുന്ന് ആളുകൾ. അപ്പോൾ അത്രയും ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടനെ ഇതിന്റെ പ്രത്യേകത കടിക്കൂല. ഓക്കെ ഓക്കെ. ഉപദ്രവിക്കില്ല. ചേട്ടൻ എന്താ അതിനെ പറ്റി പറ? ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അതായത് അത് ഇവിടെ പിന്നെ സാധാരണ ഇവിടെ ചായ കഴിക്കാനും ഒക്കെ വരുന്ന തട്ടുകടയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ബിസ്ക്കറ്റും അത് ഇതൊക്കെ കൊടുക്കും. ഓക്കെ. കഴിക്കും. അത് പിന്നെ ഇവരെല്ലാവരും യൂണിയൻകാരെല്ലാം കൂടെയാണ് അതിന് എല്ലാ 3 നേരവും ഫുഡൊക്കെ കൊടുത്ത് വളർത്തി. അങ്ങനെ അത് ഒരുപാട് വണ്ണവും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന്റെ കൂടെ 7-8 പട്ടി വേറെയുണ്ട്. അതിനൊക്കെ ചിക്കന്റെ വേസ്റ്റും അത് ഇതൊക്കെ കൊടുത്ത് ഇവരത് വളരെ കാര്യമായിട്ടാണ് ഈ നാൽക്കാലികളെ നോക്കുന്നത്. അതെ അതെ അതെ. അത് ഭയങ്കര ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ പിന്നെ ഓടി വന്നത് എടുക്കാൻ വേണ്ടി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? ചേട്ടൻ അത് ഒരുപാട് വിഷമമായി പോയില്ലേ? അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എന്റെ കയ്യിൽ തന്നെ 2000-ഓളം രൂപ ചെലവായി. പൈസ വിഷയമല്ല, അത് രക്ഷപ്പെടാത്തതിൽ ഭയങ്കര പ്രയാസമുണ്ട്. അവിടെ ചെന്ന ഡോക്ടർ പറയാണ് അവധിയാണ്. ഞാൻ പട്ടികൾക്ക് ജാതിയില്ല, മനുഷ്യന് ജാതിയുണ്ട്, പട്ടികൾക്ക് ജാതി. എന്തുകൊണ്ട് ഇതിനെ ട്രിപ്പിളാൻ ചോദിച്ചിട്ട് പോലും അവരത് ഭയങ്കര നിഷേധിച്ചു. ഞാൻ എന്നിട്ട് അതിനെ അവിടെ ഇട്ട് രാജേഷ് കൗൺസിലൊക്കെ എല്ലാവരും വിളിച്ച് ഒരു ഷോ ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ടതാണ്. പിന്നെ ഞാനങ്ങ് മനസ്സിലാടി ചെയ്തെന്ന് പറഞ്ഞാൽ അത് എനിക്കും ഭയങ്കര താങ്ങാൻ വയ്യാത്തൊരു സാഹചര്യം. ഇടയ്ക്ക് തെരുവ് നായ്ക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല അങ്ങനൊക്കെ ഒരു പറയുന്ന ആരും വീട്ടിൽ പറ്റുമില്ലല്ലോ. എല്ലാവർക്കും പറയാനുള്ള വിരോധമുണ്ട്. അവരുടെ വീട്ടിൽ തന്നെ ഇപ്പൊ തന്നെ ഉദാഹരണം രക്ഷകർത്താക്കളെ കൊണ്ട് വല്ല ഓർഫനേജിലാണ് നടത്തണം. അതേ സ്റ്റൈലാണ് ഇപ്പൊ തെരുവ് നായകൾ അവർ നോക്കണം. ഫുഡ് ഉണ്ടാക്കിയ അച്ഛനെ അമ്മയും എങ്ങനെ നോക്കുന്നത് അതേ അപ്പുറത്തുള്ള ആൾക്കാർ മാത്രം ഈ തെരുവ് നായ വളർത്താൻ പാടില്ല ഇതൊക്കെ പറയും. കാരണം കുറച്ച് മുസ്ലിം സമുദായത്തിന്റെ പട്ടിയെ കണ്ട് പേടിച്ചോ ഇങ്ങനെ ഓടുന്നുണ്ട്. എന്റെ നാട്ടിൽ ഞാൻ കണിയാവർക്കാണ് താമസം. ഒത്തിരി മുസ്ലിം സമുദായം പട്ടിയെ വളർത്തുക. അവരാരും പട്ടിയെ പേടിച്ച് വളർത്തും. ഇവിടെ ഒത്തിരി പിള്ളേർ ഈ കോളേജിൽ എല്ലാ സീസണിലും ഡിഫൻസ് കോളേജിൽ ഓപ്പൺ ആകുമ്പോൾ ഒത്തിരി പിള്ളേർ ആ പ്രത്യേക ഇപ്പോൾ തന്നെ ഈ ഫ്ലക്സ് ബോർഡ് വെച്ച് ഒരു 5 ലക്ഷം ആൾക്കാരെ അതിന് ഫോട്ടോ എടുത്ത് വേൾഡ് മൊത്തം അറിഞ്ഞൊരു സംഭവം. അതുകൊണ്ട് നമുക്ക് തെരുവ് നായ്ക്ക് ആഹാരം കൊടുക്കുന്ന ഒരു മടിയില്ല. കാരണം നമ്മളെ മക്കളെ വളർത്തിയല്ലേ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. അതേപോലെ നമ്മൾ ചിന്തിച്ചു. പക്ഷേ ഈ ബേക്കറിയെ സംബന്ധിച്ച് ഇന്ന് വരെ ആരെ കടിച്ച ചരിത്രമല്ല. കാരണം വന്നിട്ട് 10-20 വർഷമായി. പട്ടികൾക്ക് ഇപ്പോഴും 10-18 പട്ടികളെ ഉണ്ട്. ഈ രാജ്യ പ്രസ്താവന ഇറക്കി സർക്കാർക്ക് സ്ഥലമുണ്ട്. അതിപ്പോൾ പല ആൾക്കാരുടെ കയ്യിലാണ്. അത് നേരെ വഴിക്ക് വരികയാണെങ്കിൽ അയാൾ ചെയ്യുന്നത് പുതിയ വേറെ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. അതിനെ രണ്ടും ആണും പെണ്ണ് വേർതിരിച്ച് ഷട്ടിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ കുറച്ച് ജനപ്പെരുപ്പം കുറയും. അതായത് പട്ടിയുടെ പെരുപ്പം കുറയും. നല്ലൊരു കാര്യമാണ്. ആക്കണം. ഓക്കെ ചേട്ടാ. അപ്പം താങ്ക് യു സോ മച്ച് സുശീലൻ ചേട്ടാ. താങ്ക് യു സോ മച്ച്.